ഓക്കെ, നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഇനിയും തന്നിട്ടുള്ളത്. ഫോക്കസ് തന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ലാറ്റസ് റെക്ടം അല്ലെ, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടവും തന്നിട്ടുണ്ട് 12 ആണെന്ന്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം, രണ്ട് കണ്ടീഷൻസ് മാത്രം തന്നിട്ട് നമ്മളോട് പറയുന്നത് എന്താണ്? നമ്മള് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള കണ്ടുപിടിക്കാനാണ്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് ഫോക്കസും ലാറ്റസ് റെക്ടവും. അതില് നമുക്ക് ഫോക്കസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ് ഏതാണ്? ഫോക്കസ് നമുക്കറിയാം അല്ലെ, ഫോക്കസ് എന്ന് പറഞ്ഞ് തരുന്നത് എപ്പോഴും എന്തായിരിക്കും? പ്ലസ് ഓർ മൈനസ് സി കോമ 0 ആയിരിക്കും അല്ലെ. ഇവിടെ പ്ലസ് ഓർ മൈനസ് സി കോമ 0 ആണ് തന്നിരിക്കുന്നത്. അതില് സി വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. സി എന്താണ്? അപ്പോ സി നമുക്ക് 4 ആണ്. ഇത് ഏത് ആക്സിസിലായിരിക്കും നമ്മുടെ ഹൈപ്പർബോള വരിക? നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസിന്റെ വാല്യൂയില് ഫസ്റ്റ് വൺ അല്ലെ, എക്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, വൈ വാല്യൂ ആണ് തരാത്തത്. സോ നമുക്ക് ഫിഗർ വരച്ചാൽ എങ്ങനെയായിരിക്കും? ഈ ഒരു ഫിഗർ വരച്ചാല് നമുക്ക് ഈ 4,0 എന്നുള്ളത് എവിടെയായിരിക്കും അടയാളപ്പെടുത്തുക? ഈ ഒരു സൈഡിലായിരിക്കും അല്ലെ, 4,0. അതുപോലെ ഈ സൈഡില് -4,0 എന്നുള്ളതായിരിക്കും നമ്മുടെ സി വാല്യൂ. ഇത് രണ്ടും എന്താണ്? സി വാല്യൂസ് ആണ്. അപ്പൊ അതനുസരിച്ച് വരുന്ന രണ്ട് ഹൈപ്പർബോളയുടെ ഷേപ്പ് ആയിരിക്കും ഇവിടെ വരുന്നത് അല്ലെ. നമുക്ക് ഇവിടെ കിട്ടുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഒരു എ ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാകും, ഇവിടെയും അതേ എ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും അല്ലെ. ഫിഗർ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ കുറച്ച് ഇങ്ങോട്ടേക്ക് നീങ്ങിയല്ലേ, ഇവിടെ ആയിരിക്കും നമ്മുടെ എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടാകുക. ഇത് രണ്ടും എന്തായിരിക്കും? എ ഡിസ്റ്റൻസ് ആയിരിക്കും. നമുക്ക് തന്നിട്ടുള്ളത് സി ഡിസ്റ്റൻസ് മാത്രമാണ്. പിന്നെന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം തന്നിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം ഏതായിരിക്കും? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഏതാന്ന് പറയാൻ പറ്റും. ഇക്വേഷൻ ഓഫ് ഈസ് ഓഫ് ദി ഫോം അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം ഏത് ഫോമിലായിരിക്കും? നമുക്കറിയാം ഫസ്റ്റ് വൺ ആണ് അല്ലെ, എക്സിലാണ് വരുന്നത്. എക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരിക്കും വരുന്നത്? x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ ഇതായിരിക്കും നമ്മൾ എടുക്കുന്നത് അല്ലെ. കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്നത് സി വാല്യൂ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? ഇവിടെ നമ്മുടെ ഹൈപ്പർബോള എവിടെയായിരിക്കും ലൈ ചെയ്യുന്നത്? ഇതില് എക്സ് ആക്സിൽ അല്ലെ. ആക്സിസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എക്സ് ആയിരിക്കും. എക്സ് ആക്സിലാണ് നമ്മുടെ ഹൈപ്പർബോള ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഏത് ഫോമിൽ എഴുതാം? ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം എന്ന് പറഞ്ഞിട്ട് x² ബൈ a² മൈനസ് y² ബൈ b² ഈക്വൽ ടു 1. അപ്പം ഇതിൽ ഇനി എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടത് ഇക്വേഷൻ ഇതിനകത്തുള്ള a² b² ആണ് ആവശ്യം അല്ലെ. പക്ഷെ ഇവിടെ ആകെ നമുക്ക് തന്നിട്ടുള്ളത് സി മാത്രമാണ്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2b² ബൈ a ആണ് അല്ലെ. 2b² ബൈ a ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 2b² ബൈ a തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എത്രയാണ്? 2b² ബൈ a എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുള്ളതാണ് 12. അതില് നമുക്ക് എന്താ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? 2b² എന്ന് പറഞ്ഞാൽ 12a ആകും. പിന്നെന്താ കിട്ടുക? b² എടുക്കുകയാണെങ്കിൽ 12/2 കിട്ടും. സോ 6a എന്നുള്ളതായിരിക്കും നമ്മുടെ b² വാല്യൂ കിട്ടുക. b² എന്ത് കിട്ടി? 6a എന്ന് കിട്ടി. പക്ഷെ അവിടെ കിട്ടിയത് കൊണ്ട് നമുക്ക് തീർന്നിട്ടില്ല അല്ലെ. നമുക്ക് എന്താ ആവശ്യം? a² വേണം, b² വേണം. പക്ഷെ ഇവിടെ എന്ത് മാത്രമേ കിട്ടിയുള്ളൂ? നമുക്കൊരു b² മാത്രം. പിന്നെയുള്ളത് ഏതാണ്? സി ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നമുക്ക് മാറ്റാം. നമുക്കറിയാം c² എന്ന് പറഞ്ഞാൽ a² പ്ലസ് b² ആണെന്നറിയാം അല്ലെ. a² പ്ലസ് b² ആണ് നമ്മുടെ c² എന്നറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? a² അതുപോലെ തന്നെ നിൽക്കട്ടെ, b² പകരം നമുക്ക് എന്ത് കൊടുക്കാം? നമുക്ക് കിട്ടിയ 6a എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇവിടെ നമുക്ക് 6a എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c² ഈക്വൽ ടു a² പ്ലസ് b² ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്തു? a² പ്ലസ് 6a എന്നുള്ളത് നമ്മൾ കൊടുത്തു. ഇനി ഈ തന്നിരിക്കുന്ന നോക്കിയേ, ഇതിനകത്ത് c² ആണ് അല്ലെ. c² ഈക്വൽ ടു a² പ്ലസ് 6a എന്നാണ് നമുക്ക് കിട്ടിയത്. ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈ തന്നിരിക്കുന്ന വാല്യൂസില് നമുക്ക് ഇപ്പൊ കിട്ടിയത് എന്താണ്? സിയുടെ വാല്യൂ അല്ലെ. സിയുടെ വാല്യൂ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആ തന്നിട്ടുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് ഈ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ എന്തായിരിക്കും കിട്ടുന്നത്? അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എങ്ങനെയായിരിക്കും? ഇവിടുന്ന് നമുക്ക് പറയാൻ പറ്റും a² പ്ലസ് 6a എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി എന്താണ്? c² ആണുള്ളത്, മൈനസ് c² എന്ന് എടുക്കാം, ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ a² പ്ലസ് 6a മൈനസ് ഇവിടെ എത്രയാണ്? സി നമുക്ക് കിട്ടിയ വാല്യൂ 4 ആണ്. സോ 4ന്റെ സ്ക്വയർ 16 ആയിരിക്കും വരുന്നത് അല്ലെ. ഇവിടെ 6ഉം കിട്ടി, ഇവിടെ നമുക്ക് 16ഉം കിട്ടി. അങ്ങനെയെങ്കിൽ നോക്കുക, ഇതിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, രണ്ട് സൊല്യൂഷൻസ് കിട്ടുന്ന പോലെ എക്സ് വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അത് വെച്ച് സ്പ്ലിറ്റ് ചെയ്താൽ നോക്കി, മൾട്ടിപ്ലൈ ചെയ്താൽ -16ഉം കിട്ടണം, പ്ലസ് ചെയ്താൽ
6ഉം കിട്ടുന്ന രണ്ട് വാല്യൂസ് വേണം. സോ ഇവിടെ നമുക്ക് ഏതൊക്കെ എടുക്കാൻ പറ്റും? 8ഉം -2ഉം എടുക്കാം അല്ലെ. a² പ്ലസ് 8a മൈനസ് 2a. 8a മൈനസ് 2a എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വരും? 6a. ഇനി 2 × 8 ചെയ്താൽ 16 കിട്ടും. മൈനസ് വാല്യൂ ഉള്ളതുകൊണ്ട് മൈനസ് എന്ന് കിട്ടും അല്ലെ. -16 = 0. അപ്പൊ നമുക്ക് -16 = 0 എന്നുള്ളത് കിട്ടി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു a²നെയും 8aയും കൂടെ ഒരുമിച്ച് എടുക്കാം. ബാക്കി ആരാണ്? ഇവിടെയുള്ള 2aയും -16നെയും കൂടെ ഒരുമിച്ച് എടുക്കാം. അപ്പൊ എങ്ങനെ വരും? ഇവിടുന്ന് ഒരു a പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? ബാക്കി a+8 എന്ന് കിട്ടും അല്ലെ. ഇവിടെ നമുക്ക് a+8 എന്ന് കിട്ടും. ഇനി ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടുന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാൻ 2 എടുക്കാം അല്ലെ. നമുക്കൊരു 2 പുറത്തേക്ക് എടുത്താൽ ബാക്കി ഇവിടെ എന്താ ഉള്ളത്? -2 ആ പുറത്തേക്ക് പോയത്. ബാക്കി എന്താ ഉള്ളത്? a ബാക്കിയുണ്ട് അല്ലെ. ഒരു a ഉണ്ട്. അതുപോലെ ഇവിടെ എന്താണ്? ഒരു മൈനസ് പുറത്തേക്ക് പോയതുകൊണ്ട് ഇവിടെ എന്താണ്? +8 തന്നെ കിട്ടും =0. ഇനി നോക്കിയേ, ഈ a+8 എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലെ. സോ a+8 കോമൺ ആയതുകൊണ്ട് അത് എടുക്കാം. ബാക്കി എന്തുണ്ട്? a-2 ആണുള്ളത്. സോ a = 8 എന്നും a = 2 എന്നും രണ്ട് വാല്യൂസ് അല്ലെ. ഇതിൽ നോക്കിയേ, a = 8 എന്നാണോ? a = -8 എന്നാ ഇതിൽ നിന്ന് കിട്ടുക. കാരണം a+8 = 0 എന്നുള്ളതായിരിക്കും ഒരെണ്ണം കിട്ടുന്നത് അല്ലെ. ഇതൊന്നും കൂടെ എഴുതിയാൽ എങ്ങനെ വരും? a+8 = 0 എന്നൊരെണ്ണവും a-2 = 0 എന്നൊരെണ്ണവും കിട്ടും. ഈ കിട്ടുന്നതിനെ നമ്മൾ ഇനിയും ഈക്വൽ സൈനിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴല്ലേ നമുക്ക് a വാല്യൂ കിട്ടുക. സോ a എന്തായിരിക്കും? a = -8 എന്നൊരെണ്ണവും a = 2 എന്നൊരെണ്ണവും ആയിരിക്കും കിട്ടുന്നത് അല്ലെ. ഇങ്ങനെ രണ്ട് വാല്യൂസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കിട്ടുന്ന രണ്ട് വാല്യൂസിൽ നമുക്കറിയാം നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? പോസിറ്റീവ് വാല്യൂ മാത്രം മതി. നെഗറ്റീവ് വാല്യൂവിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം ഇതൊരു ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത്. സോ നമ്മൾ അവിടെ എടുക്കുന്നത് പോസിറ്റീവ് വാല്യൂസ് മാത്രമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഏത് മാത്രം മതി? നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ളത് ഈ ഒരു a = 2 എന്നുള്ളത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അങ്ങനെ a = 2 മാത്രമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? a² പകരം 2² എടുത്താൽ മതി. പക്ഷെ നമ്മുടെ b² ആവശ്യമുണ്ടല്ലേ. ഇവിടെ നമ്മൾ എഴുതി വെച്ചത് എന്തായിരുന്നു? b² = 6a എന്ന്. a എന്ന് പറയുന്നത് 2 കിട്ടിയാൽ നമുക്കറിയാം a² = 2² എന്ന് വരും. 4 കിട്ടും എന്നറിയാം. സോ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് എന്താ? മെയിൻ ഇക്വേഷൻ. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഇവിടെ വേണ്ടത് എന്താണ്? b² എന്ന് പറയുന്നത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് 6 times a ആണെന്ന് അല്ലെ. 6a എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം? 6 × 2 ചെയ്യുക അല്ലെ. അപ്പൊ ആൻസർ എത്ര കിട്ടും? 12 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. b²ന്റെ ആൻസർ എത്ര കിട്ടും? 6 × 2 ആയിരിക്കും ആൻസർ 12 എന്നായിരിക്കും കിട്ടുന്നത്. ഇനി അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമുക്ക് എഴുതാലോ. ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്താന്ന് നമുക്ക് എഴുതാം. ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് x² a² എത്രയാണ്? 4 ആണ് കിട്ടിയത്. 4 മൈനസ് ഇനി y² താഴെ വരുന്നത് b² ആണ്. b² ഇവിടെ എത്ര കിട്ടിയത്? നമുക്ക് 12 ആണ്. സോ 12 = 1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ആൻസർ. ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്? x²/4 - y²/12 = 1 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഇതുപോലെ തന്നെ കണ്ടീഷൻസ്, ലിമിറ്റഡ് കണ്ടീഷൻസ് തന്നിട്ടുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏതാണ്? വെർട്ടിസസ് +or-7 0യും അതുപോലെ e എന്ന് പറയുന്ന വാല്യൂ, e എന്താണ്? e നമ്മുടെ എക്സെൻട്രിസിറ്റി ആണ് അല്ലെ. എക്സെൻട്രിസിറ്റി e എന്ന് പറയുന്നത് 4/3 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്കറിയാം വെർട്ടിസസ് +or-7, 0 ആണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന 7 എന്താണ്? നമ്മൾ പറയുന്നത് വെർട്ടിസസ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗർ എങ്ങനെയായിരിക്കും വരുന്നത്? ഏത് ആക്സിസിലാണെന്ന് നമുക്ക് പറയാം അല്ലെ. വെർട്ടിസസോ ഫോക്കസോ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ, തന്നിരിക്കുന്നത് ഏത് മൂലയാണ്? നമുക്ക് എക്സ് ആക്സിസിൽ അല്ലെ. എക്സിൽ പ്ലസും മൈനസും വരുന്ന വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എവിടെ പറയാം? നമ്മുടെ വെർട്ടിസസ് എന്ന് പറയുന്നത് ഇവിടെ അല്ലെ. 7, 0യും അതുപോലെ ഇവിടെ ഒരു -7, 0യും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റും അല്ലെ. ഇത് വെച്ചിട്ട് നമുക്ക് ഫിഗർ വരയ്ക്കാമല്ലോ. ഫിഗർ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും നമ്മുടെ ഹൈപ്പർബോള വരുന്നത് അല്ലെ. നമ്മുടെ ഹൈപ്പർബോള വരുന്നത് ഈ ഒരു സൈഡിലായിരിക്കും. ഇത്രയും പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ആക്സിസ് ഏതാണ്? ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. നമ്മുടെ എക്സ് ആക്സിസിലാണ് നമ്മൾ ഫിഗർ വരച്ച് വെച്ചത്. ഇനി അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തത് എന്ത് കണ്ടുപിടിക്കാം? നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഏത് ഫോമിലായിരിക്കും ഇക്വേഷൻ വരിക? ഇക്വേഷൻ വരുന്നത് x² / a² അല്ലെ. ഫസ്റ്റ് ടൈപ്പ് നമ്മൾ പഠിച്ചതിൽ
ഫസ്റ്റ് ടൈപ്പ് ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതായിരിക്കും നമ്മുടെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് എ സ്ക്വയറും ബി സ്ക്വയറും. പക്ഷെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? എ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? എ തന്നിട്ടുണ്ട് 7 ആണെന്ന്. കാരണം വെർട്ടിസസ് നമുക്കറിയാം പ്ലസ് ഓർ മൈനസ് എ കോമ 0 ആയിരിക്കും. സോ എ കിട്ടി. ഇനി എന്താണ് ആവശ്യമുള്ളത്? നമുക്ക് ആവശ്യം ബി സ്ക്വയർ ആണല്ലേ, അല്ലെങ്കിൽ ബി വാല്യൂ കിട്ടണം. പിന്നെ എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? നമുക്ക് എക്സെൻട്രിസിറ്റി ഇ ആണ് തന്നിരിക്കുന്നത്. ഇ എത്രയാണ് തന്നിരിക്കുന്നത്? 4/3 ആണ് അല്ലെ? ഇ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 4/3 ആണ്. ഇ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇക്വേഷൻ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്? ഇ ഈക്വൽ ടു സി ബൈ എ ആണ്. അങ്ങനെയെങ്കിൽ സി ബൈ എ ഈക്വൽ ടു 4/3 ആണെങ്കിൽ ഇതിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് വരും? 3c ഈക്വൽ ടു 4a എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ 3c എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 4 × 7 എത്ര കിട്ടും? 28 ആയിരിക്കും കിട്ടുന്നത്. കാരണം എ വാല്യൂ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? 4 × 7 ചെയ്തു, 28 എന്നുള്ള ആൻസർ കിട്ടി. അതിൽ നിന്ന് സി കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരിക്കും? 28/3 ചെയ്യുക. പക്ഷെ 28നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂസ് എന്ത് വരുന്നുണ്ട്? ബാലൻസ് വരുന്നതുകൊണ്ട് നമുക്ക് അത് അവിടെ നിർത്താം. 28/3 എന്നുള്ളതായിരിക്കും നമ്മുടെ സി എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ കിട്ടിയത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് കിട്ടിയ വാല്യൂസിന് ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇനി നമുക്ക് കിട്ടേണ്ടത്, ഇവിടെ നമുക്ക് സി കിട്ടി, എയും കിട്ടി. ഇനി ആവശ്യമുള്ളത് ബി ആണ് ശരിക്കും അല്ലേ? നമുക്ക് സി അല്ല ആവശ്യമുള്ളത്, ബി ആണ്. പക്ഷേ ബിയിലേക്ക് എത്താൻ നമുക്കൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സി സ്ക്വയർ അല്ലെ, സി തന്നിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താണ്? ബി സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ ബി സ്ക്വയർ ഈക്വൽ ടു നമുക്ക് എഴുതാം. ഇവിടെ എന്താണ്? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ അല്ലെ? സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയെങ്കിൽ സിയുടെ വാല്യൂ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. 28/3 ആണ് കിട്ടിയത്. 28/3 ആണ്. അതിന്റെ സ്ക്വയർ വരും. മൈനസ് എ സ്ക്വയർ. എയുടെ സ്ക്വയർ എത്രയായിരിക്കും കിട്ടുക? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7ന്റെ സ്ക്വയർ ആണ് വരുന്നത്. സോ 49 കിട്ടും. ഇവിടെ 28ന്റെ സ്ക്വയർ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? 784 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് 9 കിട്ടും. മൈനസ് ഇവിടെ കിട്ടുന്ന എത്രയായിരിക്കും? 49 ആയിരിക്കും. സോ ഇത് തമ്മിൽ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് എത്രയായിരിക്കും? അതായിരിക്കും ബി സ്ക്വയർ. അടുത്ത ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ബൈ 1 കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 784 മൈനസ് ഇവിടെ 49 × 9 ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നത് 441 എന്നായിരിക്കും. 441 എന്ന് കിട്ടും. 784 മൈനസ് 441 ഡിവൈഡഡ് ബൈ 9 എന്നുള്ള ആൻസർ കിട്ടും. അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുന്നത്? ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ 343/9 എന്നുള്ള ആൻസറിലായിരിക്കും ഫൈനൽ ആൻസർ എത്തുന്നത്. എവിടെയാണ് എത്തിയത്? നമുക്ക് 343/9 എന്നുള്ള ആൻസർ ആയിരിക്കും എന്ത്? നമ്മുടെ ബി സ്ക്വയർ കിട്ടുന്നത്. ഇനി നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇനി എന്താ വേണ്ടത്? എ വാല്യൂ നമുക്കറിയാം. ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ബി സ്ക്വയർ. അങ്ങനെയെങ്കിൽ എ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്നുള്ള വാല്യൂ കിട്ടുമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ അല്ലേ കിട്ടുന്നത്? സോ ഇക്വേഷൻ ഓഫ് പരബോള എന്തായിരിക്കും വരുന്നത്? ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്തായിരിക്കും വരുന്നത്? ഹൈപ്പർബോള എന്നുള്ളത് നമ്മൾ എഴുതിയിട്ടുണ്ട്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണെങ്കിൽ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ ബൈ 7 സ്ക്വയർ വരും മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയറിന് പകരം എന്തായിരിക്കും? 343/9ന്റെ സ്ക്വയർ. 343/9ന്റെ 9 സ്ക്വയർ വേണ്ടല്ലോ. അവിടെ നമുക്ക് 343/9 എന്നുള്ളത് എഴുതിയാൽ മതി. കാരണം ബി സ്ക്വയർ ഓൾറെഡി കിട്ടിയത്, സ്ക്വയർ വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ 343/9 എന്ന് ഡയറക്റ്റ് എഴുതാം. ഇനി ഇതിനെ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ ഒന്ന് നമ്മൾ വൃത്തിയാക്കി എഴുതണം അല്ലെ? അപ്പം എന്ത് ചെയ്യും? ഈ 9 മുകളിലേക്ക് പോകും. ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 7ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49 കിട്ടും. അടുത്തത് ഈ 9 മുകളിൽ ചെന്ന് എന്താകും? 9y സ്ക്വയർ. 343 അതുപോലെ താഴെ നിൽക്കും അല്ലേ? ഈക്വൽ ടു 1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എക്സിന്റെ സ്ക്വയർ ബൈ 49 മൈനസ് 9y സ്ക്വയർ ബൈ 343 ഈക്വൽ ടു 1. ഇതായിരിക്കും കിട്ടുന്ന ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഫൈനൽ ആൻസർ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ 49 മൈനസ് 9y സ്ക്വയർ ഡിവൈഡഡ് ബൈ 343 ഈക്വൽ ടു 1. ഇതായിരിക്കും കിട്ടുന്ന ഫൈനൽ ആൻസർ.
ഇനി ഇതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഫോക്കസ് തന്നിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈനാണ് ഇനിയും തന്നിട്ട്, ഒരു പോയിന്റ്, ഒരു ലൈൻ പാസ് ചെയ്തതിന് പോയിന്റ് മാത്രം തന്നിട്ടുണ്ട്. പാസിംഗ് ത്രൂ ദ പോയിന്റ് 2,3. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഏതോ ഒരു എന്ത് തന്നിട്ടുണ്ട്? നമ്മുടെ ഹൈപ്പർബോള അല്ലെ, 2 ടൈപ്പ് ഉള്ളതിൽ ഒരു ടൈപ്പ് ഓഫ് ഹൈപ്പർബോള തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏത് ടൈപ്പാന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ എന്ന്? ഒന്നുകിൽ ഫോക്കസ് അല്ലെങ്കിൽ വെർട്ടിസസ് ഉണ്ടാകും അല്ലെ. സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫോക്കസ് ആണ്. ഫോക്കസ് നോക്കി എവിടെയാ ഉള്ളതെന്ന്? ഫോക്കസ് തന്നിരിക്കുന്നത് നമ്മുടെ +or-√10 എവിടെയാണ്? വൈയിലാണ്. സോ നമുക്ക് ഫോക്കസ് വരുന്നത് വൈയിലാകുമ്പോൾ ഇവിടെ നമ്മുടെ ഫിഗർ വരച്ചാൽ എങ്ങനെയാകും? ഇതായിരിക്കും നമ്മുടെ ഫിഗർ അല്ലെ. വൈ ആക്സിസിലായിരിക്കും നമ്മുടെ വാല്യൂ അല്ലെ, നമ്മുടെ ഹൈപ്പർബോള ഉണ്ടാവുക. സോ ഇവിടെ നമുക്ക് വാല്യൂസ് വരുന്നത് എവിടെയായിരിക്കും? തന്നിരിക്കുന്ന ഫോക്കസ് ആണ്. സോ ഫോക്കസിന്റെ പോയിന്റ്സ് ഇവിടെ ആയിരിക്കും അല്ലെ. ഇവിടെ എന്താണ്? 0,-√10 തന്നിട്ടുണ്ട്. ഇവിടെ 0,√10 തന്നിട്ടുണ്ട്. വേറെ ഒന്നും തന്നിട്ടില്ല അല്ലെ. എ തന്നിട്ടില്ല, ബി തന്നിട്ടില്ല. ആകെ തന്നിട്ടുള്ളത് എന്തു മാത്രമാണ്? സി മാത്രമാണ്. സി =√10 എന്നൊരൊറ്റ വാല്യൂ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളൂ. പിന്നെ പറഞ്ഞിരിക്കുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, 2ഉം 3ഉം പാസ് ചെയ്ത് പോകുന്നു അല്ലെ. ആ ഒരു പോയിന്റ് മാത്രം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നമ്മുടെ ഇക്വേഷനിലെത്തും? നമുക്കറിയാം നമ്മുടെ സി അല്ലെങ്കിൽ എ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് എഴുതാം അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം, ഏത് ഫോമിലാണെന്ന് എഴുതാം? ഈസ് ഓഫ് ദ ഫോം. ഏതായിരിക്കും നമ്മുടെ ഫോം വരിക? ഇവിടെ നമുക്കറിയാം ഏത് ആക്സിസ് ആണ്? ആക്സിസ് വൈ ആക്സിസ് ആണ് അല്ലെ. കാരണം നമ്മൾ ഫിഗർ വരച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന സി വാല്യൂ തന്നത് വൈ വാല്യൂ ആയിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? വൈ ആക്സിസിലാണ് വരച്ചത്. സോ വൈ ആക്സിസിലാണെങ്കിൽ ഏത് ടൈപ്പ് ആയിരിക്കും? സെക്കൻഡ് ടൈപ്പ് ആയിരിക്കും. സോ ഇവിടെ എന്തായിരിക്കും? y² - x² b² = 1 എന്നായിരിക്കും നമ്മുടെ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള നമ്മൾ എഴുതാൻ പോകുന്നത്. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ സി എന്ന് പറയുന്നത് √10 ആണെന്ന് വരെ കിട്ടി. ഇത്രയും കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് എയോ ബിയോ കണ്ടുപിടിക്കാം അല്ലെ. എയോ ബിയോ ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കണം. പക്ഷെ ഇവിടെ എയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ബിയും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് എന്നാലും എഴുതാം c² = a² + b² ആണ് അല്ലെ. c² എന്ന് വെച്ചാൽ എന്താണ്? a² + b² ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് b² എഴുതാം. b² എന്തായിരിക്കും? c² - a² ആയിരിക്കും അല്ലെ. സിയുടെ വാല്യൂ ഉണ്ട്. സിയുടെ വാല്യൂ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സി നമുക്ക് എഴുതാം അല്ലെ. √10 സ്ക്വയർ - a² എന്ന് എഴുതാം. സോ 10 - a². അതാണ് നമ്മുടെ b² എന്ന് പറയുന്നത്. b² എന്ത് കിട്ടി? 10 - a². ഇത് നമുക്ക് ഓർത്ത് വെക്കാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പോയിന്റ് തന്നിട്ടുണ്ടല്ലേ, 2ഉം 3ഉം ആണ് പോയിന്റ് എന്ന്. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസിൽ എക്സിനും വൈക്കും നമുക്ക് എന്ത് കൊടുക്കാം? ഈ 2ഉം 3ഉം അല്ലെ. എക്സ് ആൻഡ് വൈ കോർഡിനേറ്റ്സ് ആണ് തന്നിരിക്കുന്നത് 2,3 എന്നുള്ളത്. സോ നമ്മുടെ പോയിന്റ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അവിടെ പോയിന്റ് 2,3 ആണ്. സോ ഈ 2ഉം 3ഉം നമുക്ക് എന്ത് ചെയ്യാം? ഈ തന്നിരിക്കുന്ന നമ്മുടെ ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇതിനെ ഈ ഇക്വേഷൻ 1ൽ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോ y² എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആയിരിക്കും? 3യുടെ സ്ക്വയർ ബൈ എത്ര ആയിരിക്കും? a² മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയർ ബൈ a²ന്റെ താഴെ എന്താണ്? b² ആണ്, =1. ഇനി ഇവിടെ ആൻസർ എത്ര വരും? 9/a² - 4/b² = 1 എന്ന് കിട്ടി. ഇനി ഈ കിട്ടിയതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതിനകത്ത് b² എന്ന് പറഞ്ഞാൽ 10 - a² എന്നാണ് അല്ലെ. നമുക്ക് b² പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10 - a² എന്നുള്ള വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ എന്ത് വരും? 9/a² - 4 ഇവിടെ എത്രയാണ്? 10 - a². 10 - a² = 1 എന്ന് എടുത്താൽ ഇവിടെ എന്ത് ചെയ്യാം? ഇതിനെ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാം അല്ലെ. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതാൻ പറ്റും. സോ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ എഴുതിയാൽ എന്ത് വരും? 9 × 10 - a² മൈനസ് ഇവിടെ എന്തായിരിക്കും വരുന്നത്? 4 × a², 4a² എന്ന് വരും. ഡിവൈഡഡ് ബൈ 10 - a² × a² എന്ന് കിട്ടും, =1. ഇനി ഇതിനെ എന്ത് ചെയ്യാം? നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലെ. അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള വാല്യൂ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 90 - 9a² 90 - 9a² മൈനസ് 4a² എന്ന് കിട്ടും
അല്ലെ? ഇത്രയും വാല്യൂസ് കിട്ടും. ഇനി ഈക്വൽ സൈനിന്റെ ഓപ്പോസിറ്റ് വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 10a² മൈനസ് a⁴ എന്ന് കിട്ടും അല്ലേ? a² കൂടെ a⁴ എന്ന് കിട്ടി. ഇത്രയും വരെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആ ഇക്വേഷനിൽ നിന്ന് എ വാല്യൂ കണ്ടുപിടിക്കാം അല്ലേ? ആ എ വാല്യൂ കിട്ടിയാൽ നമുക്ക് എന്തായിരിക്കും ഉപയോഗം? ഇവിടെ നമുക്ക് b² വാല്യൂ 10 - a² ആണെങ്കിൽ അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് നമ്മുടെ b കിട്ടും അല്ലേ? ഇവിടെ ഇപ്പോൾ ആരെ കണ്ടുപിടിച്ചാൽ മതി? നമ്മുടെ എ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ചെയ്യാം. ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും? 90 മൈനസ് ഇവിടെ 9a² മൈനസ് 4a² എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 13 അല്ലേ? മൈനസ് 13a² എന്ന് കിട്ടും. പിന്നെ ആരാ ഉള്ളത്? ഇവിടുന്ന് a² ഇതെല്ലാം കഴിഞ്ഞു. ബാക്കി ഇനിയുള്ളത് എന്താണ്? ഇനി നമുക്ക് ബാക്കി ഇവിടെയുള്ളത് മൈനസ് 10a² പ്ലസ് a⁴ = 0. ഇതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി നോക്കിയേ, ഇതിനകത്ത് ഒന്നും കൂടെ വൃത്തിയാക്കിയാൽ എന്തായിരിക്കും? a⁴ മൈനസ് 13 മൈനസ് 10 എന്താകും? മൈനസ് 23a² ആകും അല്ലെ? മൈനസ് 23a² ആകും. ഇവിടെ എത്ര ആയിരിക്കും വരുന്നത്? പ്ലസ് 90 = 0 എന്ന് കിട്ടും. ഇനി നോക്കിയേ, ഈ തന്നിരിക്കുന്ന വാല്യൂവിനകത്ത് എങ്ങനെയായിരിക്കും ഇവിടെ മൈനസ് 23യും അതുപോലെ ഇവിടെ 90യും കിട്ടുന്നത്? മൈനസ് 23 ആൻഡ് 90 കിട്ടുന്ന രണ്ട് വാല്യൂസ് ഏതാണ്? ആ രണ്ട് വാല്യൂസ് വെച്ച് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ആൻസർ കിട്ടും അല്ലെ? രണ്ട് എ വാല്യൂസ് കിട്ടും. അപ്പൊ ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ നോക്കിയാൽ a⁴ ആണ്. അങ്ങനെയെങ്കിൽ ഈ a⁴ പകരം നമുക്ക് a² t എന്ന് കൊടുക്കാം. പുട്ട് a² = t. a² എന്ത് ചെയ്തു? t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ നമുക്ക് ഇവിടെ a⁴ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സ്ക്വയർ വാല്യൂ ആക്കാൻ വേണ്ടിയിട്ട് a² നമ്മൾ t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി 23a² എന്നുള്ളത് അപ്പം എന്താകും? നമുക്ക് 23t എന്നാകും അല്ലേ? അപ്പൊ ഇവിടെ എന്തായി? t². a⁴ പകരം നമുക്ക് t² എന്നാകും. t² മൈനസ് 23t പ്ലസ് 90 = 0 നമ്മുടെ ഇക്വേഷൻ മാറും അല്ലേ? ഇക്വേഷൻ എങ്ങനെ മാറി? t² മൈനസ് 23t പ്ലസ് 90 എന്നുള്ള ഫോമിലേക്ക് നമ്മുടെ ഇക്വേഷൻ ചേഞ്ച് ചെയ്തു. ഇങ്ങനെ ഇക്വേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം? നമുക്ക് t കണ്ടുപിടിച്ചാൽ മതി അല്ലെ? ഇതിൽ നിന്ന് t കണ്ടുപിടിച്ചാൽ എന്തായി? a² വാല്യൂ നമുക്ക് കിട്ടും. a² കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ b² കിട്ടും. അങ്ങനെയെങ്കിൽ നോക്കിയാൽ ഇവിടെ മൈനസ് 23യും ഇവിടെ 90യും കിട്ടണമെങ്കിൽ ഏതൊക്കെ വാല്യൂസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്? ഇവിടെ t² മൈനസ് 18ഉം മൈനസ് 5ഉം കൂടെ പ്ലസ് ചെയ്താൽ എത്ര കിട്ടും? മൈനസ് 23. അതുപോലെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 90യും കിട്ടും അല്ലെ? അപ്പൊ എന്ത് വരും? മൈനസ് 18t മൈനസ് 5t പ്ലസ് 90 = 0 എന്ന് കിട്ടും. ഇനി ഇതിനെ സ്പ്ലിറ്റ് ചെയ്താൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്താൽ വരുന്നത് t² മൈനസ് 18t എന്നാ വന്നത് അല്ലെ? അപ്പൊ ഇതിലെ t പുറത്തേക്ക് എടുത്താൽ ബാക്കി ആരാ ഉള്ളത്? ഇവിടെ ഒരു tയും ഉണ്ട് മൈനസ് 18ഉം ഉണ്ട് അല്ലെ? ഇവിടുന്ന് ഒരു -5 പുറത്തെടുത്താലോ? -5 പുറത്തെടുത്താൽ ഇവിടെ ഒരു t ഉണ്ട്, ഒരു -18 ബാക്കിയുണ്ട്. സോ ഇവിടുന്ന് നമുക്ക് കോമൺ എടുത്താൽ എന്ത് വരും? t - 18 കോമൺ ആണ്. സോ ബാക്കി ആരാ ഉള്ളത്? t - 5 ആണ് അല്ലെ? t - 18 എടുത്താൽ ബാക്കി t - 5 ഉണ്ട് = 0 എന്ന് കിട്ടും. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? t - 18 = 0 എന്ന് പറയണവും t - 5 = 0 എന്നൊരു ഇക്വേഷൻ അല്ലെ? അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഈ കിട്ടുന്നതിൽ നിന്ന് നമ്മുടെ t വാല്യൂസ് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് എടുത്താൽ t = 18 എന്നും അതുപോലെ ഇവിടെ t = 5 എന്നും രണ്ട് വാല്യൂസ് കിട്ടും അല്ലെ? t = 18 എന്നും t = 5 എന്നും രണ്ട് വാല്യൂസ് കിട്ടും. ഇങ്ങനെ രണ്ട് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മുടെ b² കണ്ടുപിടിക്കുക അല്ലെ? b² കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എന്താ കിട്ടിയത്? a വാല്യൂസ് അല്ലെ? സോ നമ്മുടെ a² വാല്യൂസ് കിട്ടി. a² = 18 ഓർ 5. a² എന്ന് പറയുന്നത് 18 അല്ലെങ്കിൽ 5 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്ത് കിട്ടിയപ്പോൾ എന്താ കിട്ടിയത്? 18 അല്ലെങ്കിൽ 5 ആണ് നമ്മുടെ t² വാല്യൂ എന്ന് t എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? a² അല്ലെ? നമ്മുടെ a² അല്ലേ? നമ്മളിവിടെ a² t എന്ന് കൊടുത്തത്. സോ a² ആണ് രണ്ട് വാല്യൂ കിട്ടിയത്, 18 ഓർ 5.
അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 18 5 അല്ലേ, സോ രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്ത് തീർക്കാൻ നോക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബി സ്ക്വയർ വാല്യൂവിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബി സ്ക്വയർ എത്രയാണ്? 10 മൈനസ് എ സ്ക്വയർ ആണ്. സോ അറ്റ് എ സ്ക്വയർ ഈക്വൽ ടു എത്ര ആയിരിക്കണം? 18 ആവുന്ന ഒരു കേസും ഉണ്ട്. അറ്റ് എ സ്ക്വയർ ഈക്വൽ ടു 5 ആകുന്ന രണ്ടാമത്തെ കേസ് ഉണ്ട്. ഈ രണ്ട് കേസിലും നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? നമ്മുടെ ബി സ്ക്വയർ വാല്യൂസ് ചെക്ക് ചെയ്ത് നോക്കണം. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എത്ര വരും നോക്കാം. ബി സ്ക്വയർ ഈക്വൽ ടു 10 മൈനസ് എ സ്ക്വയറിൽ ഇവിടെ നമ്മുടെ ബി സ്ക്വയറിന് 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ 10 മൈനസ് 18 ആകും. ആൻസർ -8 കിട്ടും. ഇനി ഇവിടെയാണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് 10 മൈനസ് 5 ചെയ്യുക. സോ ആൻസർ 5 കിട്ടും. ബി സ്ക്വയർ 5 കിട്ടും. അപ്പൊ ഇതിൽ ഏത് വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കേണ്ടത്? ഇതിൽ നമ്മൾ എടുക്കേണ്ടത് ബി സ്ക്വയർ ആയിരിക്കും. ബി സ്ക്വയർ -8 ആയിരിക്കുമോ 5 ആയിരിക്കുമോ? നമ്മൾ എടുക്കേണ്ടത് 5 ആയിരിക്കും. കാരണം ഒരു സ്ക്വയർ വാല്യൂ എടുക്കുമ്പോൾ അത് എന്താവില്ല, നമുക്ക് മൈനസ് വാല്യൂ അല്ലെ, ഒരു ഡിസ്റ്റൻസ് എടുത്തു അതിന്റെ സ്ക്വയർ എടുത്താൽ ഉറപ്പായിട്ടും എന്താവില്ല, ഈ മൈനസ് വരില്ല. സോ ഇതാവില്ല അല്ലെ. അപ്പൊ ഏതെടുക്കണം? 5 എടുക്കണം. ഇത് ചെയ്ത് നോക്കി തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏതാ എടുക്കേണ്ടതെന്ന്. സോ നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ ഈക്വൽ ടു 5 എന്ന് എടുക്കാം അല്ലെ. നമ്മുടെ എ സ്ക്വയർ എത്രയാണെന്ന് നമുക്ക് അറിയാം അല്ലെ. എ സ്ക്വയർ അല്ല ബി സ്ക്വയർ. ബി സ്ക്വയർ നമുക്ക് കിട്ടുന്നതും എ സ്ക്വയർ എന്നുള്ളതും വാല്യൂസ് എടുത്തു. സോ ബി സ്ക്വയർ 5 എന്ന് കിട്ടി. എ സ്ക്വയറും എന്ത് തന്നെ വരും? 5 തന്നെ വരും അല്ലെ. എ സ്ക്വയർ 5 ഇട്ടപ്പോഴല്ലേ ബി സ്ക്വയറും 5 കിട്ടിയത്. പക്ഷെ എ സ്ക്വയർ 18 കൊടുത്തിരുന്നെങ്കിൽ എന്തായേനെ? -8 കിട്ടിയേനെ ബി സ്ക്വയർ. സോ ഇത് രണ്ടും അല്ല വേണ്ടത്. എ സ്ക്വയറും 5 ബി സ്ക്വയറും 5 വരുന്നതായിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. സോ നമ്മുടെ എ സ്ക്വയറും കിട്ടി, ബി സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മുടെ ഇക്വേഷൻ ഒരു ഫോം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ, ആ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാകും? നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എവിടെയാണ്? നമുക്ക് y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് നമ്മുടെ ഫോം അല്ലെ. ഏത് ഫോമിലാണ്? y സ്ക്വയർ ബൈ ബി സ്ക്വയർ എ സ്ക്വയർ, y സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഈക്വൽ ടു 1 ആണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ. ഇതാണ് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള നമ്മുടെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഈ ജനറൽ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യണം? വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബി സ്ക്വയർ വാല്യൂ എത്ര കിട്ടി? ഇതിവിടെ ബി സ്ക്വയറിന് 5 കിട്ടി. ആൻഡ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയറിന്റെ വാല്യൂ എത്ര തന്നെയാണ്? 5 കിട്ടി. സോ ഈക്വൽ ടു 1. ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. y സ്ക്വയർ ബൈ 5 മൈനസ് എക്സ് സ്ക്വയർ ബൈ 5 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ. ഇതൊരു ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഈ ഒരു പ്രോബ്ലം ചെയ്തു വരുമ്പോൾ എന്താണ്, നമുക്ക് കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് എന്തൊക്കെയാണ്, ഒരു പോയിന്റ് മാത്രം നമുക്ക് തന്നിട്ടുള്ളൂ അല്ലെ. പിന്നെ തന്നത് എന്താണ്? ഒരു ഫോക്കസ് വാല്യൂ മാത്രം. ഫോക്കസ് വാല്യൂ വെച്ചിട്ട് നമ്മുടെ ഇക്വേഷൻ ഏതായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ചതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ്സിനെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ എ വാല്യൂസ് വരെ എത്താൻ വേണ്ടി നമ്മൾ കുറേ സ്റ്റെപ്പ് ചെയ്തല്ലേ. നമ്മൾ ടി എ സ്ക്വയറിന് ടി എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുറേ ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റെപ്പ് വരെ എത്തുന്നത്. അപ്പൊ ഇത് ഇത്തിരി ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നല്ല ക്ലിയർ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ പ്രോബ്ലം നമ്മൾ ചെയ്ത് നിർത്തി. ഇനി അടുത്തത് ഇക്വേഷൻ ഓഫ് ഹൈപ്പർബോളയുടെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ്? നമ്മുടെ ഫോക്കസും വെർട്ടിസസും എക്സെൻട്രിസിറ്റിയും അതുപോലെ ലെങ്ത് ഓഫ് ലാറ്റിസ് റെക്ടവും കണ്ടുപിടിക്കണം. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഹൈപ്പർബോള പഠിച്ചു തുടങ്ങിയ സമയത്ത് നമ്മൾ കുറേ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അങ്ങനെ ചെയ്തു വന്ന പ്രോബ്ലംസിൽ ഒരെണ്ണം തന്നെയാണിത്. പക്ഷെ ഇതെന്താണ്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ കൂടുതലായിട്ട് വരുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക നമ്മുടെ എലിപ്സിൽ നിന്നും സർക്കിളിൽ നിന്നും ഒക്കെ ആയിരിക്കും. പിന്നെ ഹൈപ്പർബോളയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ലെന്നല്ല, വരും. പക്ഷെ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ത് തന്നെയാണ്? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും കൂടുതലായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രോബ്ലം ചെയ്താലോ? എന്താ തന്നിരിക്കുന്നത്? എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ 16 മൈനസ് വൈ സ്ക്വയർ ബൈ 9 ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഇക്വേഷൻ ഏത് ഫോമിലാണെന്ന് അല്ലെ. ഇക്വേഷൻ ഈസ് ഓഫ് ദ ഫോം. ഇക്വേഷൻ ഈസ് ഓഫ് ദി ഫോം. ഏത് ഫോമിലാണ്? ഇവിടെ നമുക്കറിയാം ആദ്യം തന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ ആണ്. അങ്ങനെയെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഫോമിലായിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത് അല്ലേ. എക്സ് സ്ക്വയർ ആദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് ആയിരിക്കും. ഏത് ആക്സിസ് ആയിരിക്കും? ആക്സിസ് എക്സ് ആക്സിസ് ആയിരിക്കും. ആദ്യം എക്സ് സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എക്സ് ആക്സിസിലാണ് നമ്മുടെ
ഹൈപ്പർബോള ലൈ ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് എന്ത് പറയാം, നമ്മുടെ എയും ബിയും വാല്യൂസ് അല്ലെ, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, എ സ്ക്വയറിന് കറസ്പോണ്ടിങ് 16 ആണ്. സോ നമ്മുടെ എ എന്ന് പറയുന്നത് 4 കിട്ടും. ഇനി ബി സ്ക്വയറിന് കറസ്പോണ്ടിങ് വരുന്നത് 9 ആണ്. സോ നമ്മുടെ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3 ആയിരിക്കും. ഇത്രയും കിട്ടിയാൽ ഇനി നമുക്ക് ആവശ്യം എന്താ, ഫോക്കസും വെർട്ടിസസും. വെർട്ടിസസ് കിട്ടാൻ എ മതി, പക്ഷെ ഫോക്കസ് കിട്ടാൻ ആര് വേണം, സി വേണം. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ സി കണ്ടുപിടിച്ച് പോകാം. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്തു വരുമ്പോൾ എന്തായിരിക്കും, അടുത്ത സ്റ്റെപ്പിൽ സി എന്ത് കിട്ടും, എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ ആണ്, 16 ആണ് അല്ലെ, 16 പ്ലസ് 9. അപ്പൊ ആൻസർ എത്ര കിട്ടി, 25. റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ ആൻസർ നമുക്ക് 5 കിട്ടി. ഇതിൽ നിന്ന് നമ്മുടെ ഫോക്കസ് എഴുതാം അല്ലെ. ഫോക്കസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, പ്ലസ് ഓർ മൈനസ് സി കോമ 0 ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു എക്സ് ആക്സിലാണെന്ന്. എക്സ് ആക്സിലാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, എക്സിലാണെങ്കിൽ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അല്ലെ. അപ്പൊ എന്തായിരിക്കും, സി കോമ 0 ആയിരിക്കും. ഇവിടെ വരുമ്പോൾ മൈനസ് സി കോമ 0 ആയിരിക്കും. അതുപോലെ ഫിഗർ വരുന്നത് എങ്ങനെയാവും, ഈ ഒരു ഫിഗർ ആകും അല്ലെ. നമ്മുടെ വെർട്ടിസസ് എന്താകും, ഇവിടെ മൈനസ് എ കോമ 0യും ഇവിടെ നമുക്ക് എ കോമ 0യും ആയിരിക്കും പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മുടെ വെർട്ടിസസും നമ്മുടെ ഫോക്കസും അവിടെ നിന്ന് എടുക്കാം. ഇവിടെ ഫോക്കസിന് 5 കിട്ടിയല്ലേ സിക്ക്, അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പ്ലസ് ഓർ മൈനസ് 5 കോമ 0 ആയിരിക്കും നമ്മുടെ ഫോക്കസിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കേണ്ടത്, വെർട്ടിസസ് അല്ലെ. വെർട്ടിസസ് നമ്മൾ പറഞ്ഞു പോയിന്റ് എന്താണ്, ഇവിടെ ഒരു മൈനസ് എ കോമ 0യും അപ്പുറത്ത് വരുമ്പം എ കോമ 0യും. അപ്പൊ എന്താണ്, പ്ലസ് ഓർ മൈനസ് എ കോമ 0 ആണ്. അപ്പൊ ആൻസർ എന്ത് വരും, പ്ലസ് ഓർ മൈനസ് എ എന്താണ് 4 ആണ് കിട്ടിയത്. സോ 4,0 എന്നായിരിക്കും വാല്യൂ കിട്ടുന്നത്. അടുത്തത് ഇനി എന്താണ് കിട്ടേണ്ടത്, എക്സെൻട്രിസിറ്റി. എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇ ആണ് അല്ലെ. എക്സെൻട്രിസിറ്റി ഇ എന്ന് പറഞ്ഞാൽ സി ബൈ എ ആണെന്ന് നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. സി ബൈ എ ആണെങ്കിൽ സി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടിയത്, 5 ആണ്. എ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 4 ആണ്. സോ ആൻസർ എന്ത് വരും, 5/4 എന്നുള്ള ആൻസർ കിട്ടും. അടുത്തത് എന്താണ് ഇനി വേണ്ടത്, ഇനി നമുക്ക് ആവശ്യമുള്ളതാണ് ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അല്ലെ. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഈക്വൽ ടു 2b² a എന്നൊരു ഇക്വേഷനും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2b² a നമ്മുടെ ബിയും അറിയാം എയും അറിയാമെങ്കിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എത്ര വരും, 2 × b². b എത്രയാണ്, ഇവിടെ നമുക്ക് 3 ആണ്. സോ b² എന്ന് പറഞ്ഞാൽ 9 ആണ്. ഡിവൈഡഡ് ബൈ a എന്ന് പറയുന്നത് എത്രയായിരുന്നു, 4 ആണ് കിട്ടിയത്. സോ ആൻസർ എത്രയാണ്, ഇവിടെ നമുക്ക് 2 കിട്ടും. 9/2 എന്നായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ LLRന്റെ കിട്ടുന്നത്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടത്തിന്റെ ആൻസർ കിട്ടുന്നത്. ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ഒരു ചാപ്റ്റർ, കുറച്ച് ഇക്വേഷൻസ് മാത്രം പഠിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് വരുന്ന ഒരു ചാപ്റ്റർ. അതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഐഡിയ കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന ഒരു കേസിൽ മാത്രമാണ്. ശരിക്കും ഇത്രയും നമ്മൾ ചെയ്ത പ്രോബ്ലംസിൽ ഈ ഒരു പ്രോബ്ലം അല്ലേ നമുക്ക് കുറച്ച് ഇത്തിരി ലെങ്തി ആയിട്ട് ഫീൽ ചെയ്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പെട്ടെന്ന് ഇക്വേഷൻസ് ഇട്ട് കൊടുത്തു, ഫിഗർ വരച്ച് നമ്മൾ ചെയ്ത് തീർത്തു. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, താങ്ക് യു.